ഇതാണ് ഗ്രാൻഡ് കാനോൺ ഓഫ് ഇന്ത്യ. ഇത് രസം കണ്ടോ? അമേരിക്കയിലുണ്ട്, പിന്നെ ഇന്ത്യയിലുള്ള. ഇന്ത്യയിലുള്ളത് ആന്ധ്രാപ്രദേശിൽ ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു കോട്ടയുണ്ട്, മസ്ജിദുണ്ട്, അമ്പലമുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതും ഇങ്ങനെ കാനോനും അടിപൊളി. കല്ലൊക്കെ നല്ല അടുക്കി വെച്ച പോലെ. ഈ ഗണ്ടിക്കോട്ടെ ഗ്രാൻഡ് കാനോനൊക്കെ നമുക്കൊരു അതിശയത്തിലാണ് വിടുക. നമ്മുടെ അടുത്തേക്ക് എങ്ങനെ സംഭവിച്ചു? കല്ലൊക്കെ നല്ല അടുക്കി അടുക്കി ആരോ ചെയ്തു വെച്ച പോലെ ഉണ്ട്. പെന്നാറിവറാണ് ആ ഒഴുകുന്ന പെന്നാ നദി. അത് കർണാടകയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ആന്ധ്ര വഴി അങ്ങനെ ഒഴുകി പോകുന്നു. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റൂമൊക്കെ കിട്ടാണ്ട്. നമുക്കിവിടെ ടൂറായിട്ട് പോകുകയാണെങ്കിലേ തീരെ റേറ്റ് കുറവ്. 1000-1200 രൂപയ്ക്കൊക്കെ നല്ല AC റൂം കിട്ടും. അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും. നല്ല ഏരിയയാണ്. റോഡൊക്കെ നല്ല റോഡാണ്. അപ്പുറത്തൊരു മസ്ജിദുണ്ട്, അമ്പലമുണ്ട്, കോട്ടയുണ്ട്, എല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. നമുക്കൊരു നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് പോയി കാണുമ്പോൾ. ഇതുണ്ട് ഒരുതരം പ്രത്യേക ഒരു കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായ പോലെ. മണ്ണൊന്നുമില്ല, കല്ലുകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചോലെ. ഈ ഭാഗം മൊത്തത്തിലിങ്ങനെ കല്ലിൻ്റെ ഏരിയയാണ് ചുറ്റിലും. നമ്മളവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒക്കെ കാണാം നിരവധിയായിട്ട് ഇങ്ങനെ കല്ലുണ്ട്. നമ്മുടെ ഹിമാലയൻ സാൾട്ടൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഷേപ്പ്, അങ്ങനത്തെ ഒരു കല്ലാണ് ഇത്. കൂടുതലും കല്ലാണേ. അവിടെ ആ കോട്ടയായാലും ആ കാണുന്ന അമ്പലമായാലും മസ്ജിദായാലും എല്ലാം പണിതിരിക്കുന്ന ഇങ്ങനത്തെ കല്ലുകൊണ്ടാണ്. ഒരു പ്രത്യേകതരം കല്ല്, കല്ലിൻ്റെ ഏരിയയാണ്. എന്നാലും അങ്ങനെ കല്ലിൻ്റെ അവിടെ ഒരു നദി ഒഴുകുക, ചുറ്റും കല്ലിങ്ങനെ അടുക്കി വെച്ച പോലെ ഒരു സ്ഥലം ഉണ്ടാവുക, ഒരു അതിശയമാണ് എന്തായാലും. അതുമാത്രമല്ല, അവിടെ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ വിൻഡ് കാണാം. പിന്നെ അവിടെ പേരക്കേൻ്റെ തോട്ടമുണ്ട്, അതുപോലെ ചെറുനാരങ്ങേൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പേരക്ക. നമുക്കവിടെ അവരോട് ചോദിച്ചാൽ അവർ ഇഷ്ടം പോലെ നമുക്ക് പേരക്ക തരും.